ഹായ് നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും റെൻ്റ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത് നിങ്ങളുടെ ആപ്പ് വഴി അതായത് ക്രെഡിറ്റ്, ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം വഴി യൂസ് ചെയ്തിരുന്നു എങ്കിൽ യു ഹാവ് എ വെരി ബാഡ് ന്യൂസ്. ബിക്കോസ് ആ ഒരു പ്രൊവിഷൻ നമ്മളിപ്പോൾ ആർ ബി ഐയിൽ നിന്ന് കേർബ് ആയിട്ടുണ്ട്. അതായത് ഒരു രജിസ്റ്റേർഡ് മെർച്ചൻസിന് മാത്രമാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ്സ് കൊടുക്കുവാൻ പറ്റും. മുമ്പത്തെ ഒരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പേയ്മെൻറ്റ് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ള ആപ്പ് വഴി നമുക്കതിനെ ഒരു ലാൻഡ് ലോർഡിന് വേണ്ടി റെൻറ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാമായിരുന്നു. അതുവഴി നിങ്ങൾക്ക് ക്യാഷ് ബാക്സ്, റിവാർഡ് പോയിൻറ്റ്സ്, ഇൻഫാക്റ്റ് ആ ഒരു പേയ്മെൻറ്റിനെ ഇ എം ഐക്ക് വരെ കൺവേർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ചില ആപ്പുകൾ നമുക്ക് തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. ബിക്കോസ് രജിസ്റ്റേർഡ് മെർച്ചൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രോപ്പർ KYC, രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം കൊടുത്താൽ മാത്രമാണ് അവർക്ക് രജിസ്റ്റേർഡ് മെർച്ചൻ്റ് ആയിട്ട് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് അവർക്കൊരു ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഒരു പേയ്മെൻറ്റ് സ്വീകരിക്കുവാനും പറ്റുള്ളൂ. സോ ഇത് മുമ്പുണ്ടായിരുന്ന ഒരു ടെക്നിക്കൽ ലൂപ്പ് ഹോളാണ്. ഇത് പലരും മിസ്യൂസ് ചെയ്തുകൊണ്ടാവാം ആർ ബി ഐ അതിനൊരു ബ്ലോക്ക് കൊണ്ടുവന്നു. ശരിയാണ്, ഇതൊരു ഷോർട്ട് കട്ടായിരുന്നു. പക്ഷേ ആ ഷോർട്ട് കട്ടിനെ ഇപ്പോൾ കേർബ് ചെയ്തിരിക്കുകയാണ് ആർ ബി ഐ. സോ ഡെഫിനറ്റ്ലി സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആക്കാൻ ഇത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. So stay aware, stay compliant. This is Nitin and I speak on finance and compliance.